ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വളരെ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി നിൽക്കുകയാണ്. ഇന്ന് എനിക്ക് PSC എക്സാം ഉണ്ട്. അപ്പോൾ ഞാനും എൻ്റെ അനിയനുമാണ് പോകുന്നത്. കാസർഗോഡാണ് എക്സാം. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം എറണാകുളത്ത് നിന്ന് വന്നു. എക്സാം എഴുതാൻ വേണ്ടി മാത്രം വന്നതാണ്, അതുകൊണ്ട് മോളിയൊന്നും കൂട്ടിയില്ല. ശരത്തിന് എക്സാം ഉണ്ടായിരുന്നു, അവൻ്റെ സെൻറ്റർ കണ്ണൂരായിരുന്നു. നമ്മൾ രാവിലെ തന്നെ പോകുമ്പോൾ നല്ല മഴയായിരുന്നു. അങ്ങനെ നമ്മൾ കറക്റ്റ് 6:45 തന്നെ എക്സാം സെൻറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച്, ചായ മാത്രമേ കുടിച്ചുള്ളൂ, ചായയൊക്കെ കുടിച്ച് എക്സാം എഴുതാൻ കയറി. ഒന്നും അറിയാത്തതുകൊണ്ട് എല്ലാം എഴുതി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാണ്ട് പോകാൻ പാടില്ല, പക്ഷേ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല, ഞാൻ കോച്ചിങ്ങിനൊന്നും പോകുന്നില്ല. അപ്പോൾ അപ്ലൈ ചെയ്ത സ്ഥിതിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നും അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. കുറച്ചൊക്കെ കേട്ട് പരിചയമുള്ള സംഭവങ്ങൾ എഴുതി. അപ്പോൾ അത് മാത്രം എഴുതിയാൽ എന്തായാലും പാസ്സാവില്ല എന്നറിയാം. സോ എല്ലാം കുത്തി. അപ്പോൾ എക്സാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാം. എനിക്ക് പറയാനുള്ളത്, ഇത്ര രാവിലെ എക്സാം വെക്കേണ്ട ആവശ്യമുണ്ടോയെന്നാണ്. കാരണം എൻ്റെ മുന്നിലുള്ള ഒരു കാൻഡിഡേറ്റ് ആദ്യത്തെ ഹാഫ് ആൻ അവർ എഴുതി കഴിഞ്ഞ് പിന്നെ ഫുൾ ടൈം ഉറക്കമായിരുന്നു. പിന്നെ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ആ കുട്ടി എഴുന്നേറ്റത്. പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ സമയം തീരാറായി എന്ന് എക്സാമിനർ അറിയിച്ചപ്പോൾ പടപടാ കുത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം ഞാനും ഉറങ്ങിപ്പോയി, ഒരു 5 മിനിറ്റ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്ര രാവിലെ ഏർലി മോർണിംഗിൽ വെക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അവർക്ക് അതിന് മുന്നേ തീർക്കണം. കുട്ടികൾ വരുന്നതിന് മുന്നേ, നമ്മൾ എക്സാം കഴിയുമ്പോഴേക്കന്നെ കുറേ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ തീർക്കേണ്ടതുകൊണ്ടാണ് ഇവർ ഏർലി മോർണിംഗിന് വെക്കുന്നത്. പക്ഷെ കുറേ ദൂരത്തു നിന്ന് വരുന്നവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, രാവിലെ എക്സാം വെക്കുന്നത്. അപ്പോൾ അത് ശനിയാഴ്ച വെക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ, ശനിയാഴ്ച ക്ലാസ് ഇല്ലല്ലോ. അപ്പോൾ അതൊരു നോക്കേണ്ട ഒരു കാര്യമാണ്. രാവിലെ തന്നെ പോയതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നല്ല ഒരു സൂപ്പർ കടേൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ നമ്മൾ പൂരിയും മുട്ടക്കറിയും ബാജിയും കഴിച്ചു. പിന്നെ ഞാനും അനിയനും ചേർന്നാൽ പിന്നെ നടക്കാത്ത കുറേ ഫ്യൂച്ചർ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കലാണ് നമ്മുടെ മെയിൻ പണി. കുറേ ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യും, എങ്ങനെ ഹെൽത്ത് ശരിയാക്കാം. പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യില്ല എന്നുള്ളത് മാത്രം, വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും, അത്ര തന്നെ. അത് കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ എറണാകുളത്തേക്ക് തിരിച്ചു. ടൈം നോക്കുമ്പോഴേക്ക് 10:25 ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് 10:34 നീലേശ്വരത്ത് നിന്ന് ട്രെയിനായിരുന്നു. വേഗം തന്നെ വിട്ടു. ഞാനവിടെ എത്തുമ്പോഴേക്ക് തന്നെ ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ഞാൻ ഇറങ്ങി. അവിടെ നിന്ന് ശരത്തിനെ മീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ രണ്ടുപേരും എറണാകുളത്തേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? അയ്യോ, എനിക്ക് ഉറപ്പായിട്ടും ഫസ്റ്റ് റാങ്ക് ആയിരിക്കും.